പ്രസവസമയമടുത്ത മറിയം ബീവിയോട് അല്ലാഹു ആ കുന്നിൻ്റെ മുകളിൽ താമസിക്കാനും വെള്ളം കുടിക്കാനുള്ള ആവശ്യങ്ങൾക്കായി ആ കുന്നിൻ്റെ താഴേക്ക് വരാനും കൽപ്പിച്ചു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന മറിയം ബീവിയോട് അല്ലാഹു പ്രസവസമയമടുത്തപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ ഒരു ഈന്തപ്പഴ മരം, പഴുത്ത് പാകപ്പെട്ടു നിൽക്കുന്ന ഒരു ഈന്തപ്പഴ മരത്തെ കാണിച്ചു കൊടുക്കുന്നു. അത് തന്നിലേക്ക് കുളിക്കാനും അല്ലാഹു മറിയം ബീവിയോട് പറഞ്ഞു. ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ താഴെ അരുവി സൃഷ്ടിച്ച അല്ലാഹുവിന് ആ ഈന്തപ്പഴ മരത്തിൽ നിന്ന് പഴുത്ത് പാകപ്പെട്ടു നിൽക്കുന്ന ഈന്തപ്പഴം താഴേക്കാക്കാനും അല്ലാഹുവിന് അറിയാം. എന്നാൽ മറിയം ബീവിയുടെ പ്രസവ സമയത്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്ത് അല്ലാഹു ഈന്തപ്പഴ മരം തന്നിലേക്ക് കുളിക്കാൻ വേണ്ടി പറയുന്നു. ഇങ്ങനെ ചെയ്ത മറിയം ബീവി പഴുത്ത് പാകപ്പെട്ടു നിൽക്കുന്ന ഈന്തപ്പഴം താഴേക്ക് വീഴുന്നതോടൊപ്പം ചോരപ്പൈതലായ ഈസാ നബിയും പിറന്നു. ഇന്ന് ഡോക്ടേഴ്സൊക്കെ ഗർഭിണികളോട് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാനും പല എക്സസൈസും നൽകുന്നു. ഇന്ന് എന്തൊരു അത്ഭുതമല്ലേ ഖുർആനിൽ. മറിയം ബീവിയിലൂടെ അതൊക്കെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ വഴി ഞാൻ കാണിക്കുന്നത് അൽഹംദുലില്ലാഹ് ഗർഭിണിയായ സമയത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നടന്ന വഴികളാണ്. അൽഹംദുലില്ലാഹ് മറിയം ബീവിക്ക് അല്ലാഹു പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മറിയം സൂറത്തൊക്കെ കേട്ട് ഇതുപോലെ നടക്കുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഫ് മർറ.